കൂളിംഗ് ഗ്ലാസ് തന്നത് നീലിമയാണെന്ന് രേവതിനെ വിശ്വസിപ്പിക്കാനായി സച്ചി നീലിമയ്ക്കൊപ്പം സെൽഫി എടുക്കുന്നു. പിന്നീട് കോടികൾ വിലയുള്ള വില്ല വാങ്ങുന്ന സന്തോഷം ശ്രുതിയും പങ്കുവെക്കുന്നു. ഇതേസമയം അവിടെ എത്തുന്ന വീടിന്റെ ഒറിജിനൽ ഓണർ വിശ്വനാഥൻ എന്ന ആൾ നിങ്ങളെ പറ്റിക്കുകയായിരുന്നുവെന്നും അയാൾ ഈ വീട്ടിൽ വാടകയ്ക്ക് താമസിച്ചിരുന്നവനായിരുന്നുവെന്നും ഡ്യൂപ്ലിക്കേറ്റ് ഡോക്യുമെന്റ്സുകൾ കാണിച്ച് നിങ്ങളെ ചതിക്കുമായിരുന്നുവെന്നും പറയുന്നു. ഇത് കേട്ട് എല്ലാവരും ഞെട്ടിപ്പോകുന്നു. തുടർന്ന് ശ്രുതി വിശ്വനാഥനെ വിളിച്ചിട്ട് കിട്ടാതെ വരുന്നതോടെ ഓണർ പറഞ്ഞതെല്ലാം എല്ലാവർക്കും വിശ്വാസമാകുന്നു. തുടർന്ന് 30 ലക്ഷം രൂപ നഷ്ടപ്പെട്ടതോർത്ത് എല്ലാവരും സങ്കടപ്പെടുകയും ശ്രുതി ബോധം കെട്ട് വീഴുകയും ചെയ്യുന്നു. ശേഷം നീ ഇത്രയും മണ്ടനാണോ എന്ന് ചോദിച്ച് ഓണർ ശ്രുതിയെ കുറ്റപ്പെടുത്തുകയും നിങ്ങളെല്ലാവരും എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ഇറങ്ങിത്തരണമെന്നും പറയുന്നു. എന്നാൽ പണം കിട്ടാതെ ഇറങ്ങി പോവില്ലെന്ന് സച്ചി പറയുന്നതോടെ ഓണർ വിളിച്ചതനുസരിച്ച് പോലീസുകാർ അവിടെ എത്തുന്നു. തുടർന്ന് നടന്നതെല്ലാം ശ്രുതി പോലീസുകാരോട് പറയുന്നതോടെ വിശ്വനാഥൻ ഒരു തട്ടിപ്പുകാരനാണെന്നും ഒരുപാട് പേരെ അവനിങ്ങനെ പറ്റിച്ചിട്ടുണ്ടെന്നും പോലീസുകാർ പറയുന്നു. തുടർന്ന് സച്ചി ശ്രുതിനെ കുറ്റപ്പെടുത്തുന്നു. ശേഷം നിങ്ങളൊരു കംപ്ലൈൻറ്റ് തന്നാൽ മതിയെന്നും ഇനി ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ എത്രയും പെട്ടെന്ന് ഇറങ്ങണമെന്നും പോലീസുകാർ പറയുന്നതോടെ വീട്ടിൽ നിന്ന് ഇറങ്ങിത്തരാമെന്ന് രവീന്ദ്രൻ പറയുന്നു. പിന്നീട് വീട്ടിലെത്തിയ ശേഷം സച്ചി വീണ്ടും ശ്രുതിനെ കുറ്റപ്പെടുത്തുമ്പോൾ ഇതെന്റെ സ്വന്തം വിഷയമാണെന്ന് പറഞ്ഞ് ശ്രുതി സച്ചിയോട് ദേഷ്യപ്പെടുന്നു. ഇത് കേട്ട് രവീന്ദ്രൻ ശ്രുതിനെ തല്ലാനൊരുങ്ങുകയും ശ്രുതിയോട് പൊട്ടിത്തെറിക്കുകയും ചെയ്യുന്നു. തുടർന്ന് ചന്ദ്രമതി ശ്രുതിനെ അനുകൂലിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങളാണ് ഇവനെ വളർത്തി വഷളാക്കിയതെന്ന് പറഞ്ഞ് സച്ചിയും രവീന്ദ്രനും ചന്ദ്രമതിയോട് ദേഷ്യപ്പെടുന്നത് കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു.